നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജുവലറി ഷോപ്പിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകളാണ് നോക്കുന്നത്, ഹിന്ദിയിലുള്ളത്. ഇത് കമൻറ്റ് സെക്ഷനിൽ ഒരാൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു ടോപ്പിക്കാണ്, ജുവലറി ഷോപ്പിലെ ഹിന്ദി സംസാരം. ജുവലറി അല്ലെങ്കിൽ ആഭരണം എന്നുള്ളതിന് ഗഹന എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഗഹന, ജുവലറി, ഗഹന. നമ്മൾ ഒരു ജുവലറി ഷോപ്പിലോട്ട് ചെല്ലുമ്പോഴത്തേന് അവരാദ്യം എന്തുമായിരിക്കും പറയുന്നത്? അകത്ത് വരൂ, ഇരിക്കൂ, അല്ലേ? അത് അന്തറായിയെ ബൈഠിയെ. അന്തറായിയെ എന്ന് പറഞ്ഞാൽ അകത്ത് വരൂ, ബൈഠിയെ ഇരിക്കൂ. ആദ്യം അവർ അങ്ങനെ പറയും. പിന്നെ അവർ ചോദിക്കുന്നത് പല രീതിയിൽ ചോദിക്കാം. ഒന്നില്ലേ ചോദിക്കും, എന്താണ് വേണ്ടത്? ആപ്കോ ക്യാ ചാഹിയേ? എന്താണ് വേണ്ടത്? ക്യാ ചാഹിയേ. അല്ലെങ്കിൽ വേറൊരു രീതി ചോദിക്കാം, ക്യാ ദിഖാവും? എന്താണ് കാണിക്കേണ്ടത്? ക്യാ ദിഖാവും? എന്താണ് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ വേറൊരു രീതി ചോദിക്കാം, ആപ്കാ ക്യാ സേവാക്കരും? താങ്കൾക്ക് എന്ത് സേവയാണ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് ഞാൻ ചെയ്യേണ്ടത്? ക്യാ സേവാക്കരും? അപ്പോൾ ഇതിലേതെങ്കിലും രീതിയിൽ ചോദിക്കാം. അപ്പോൾ ക്യാ ചാഹിയെന്നോ അല്ലെങ്കിൽ ക്യാ ദിഖാവും അല്ലെങ്കിൽ ആപ്കാ ക്യാ സേവാക്കരും അല്ലെങ്കിൽ ആപ്കാ കൈസെ മദത് കരും, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മളെന്ത് പറയും? ഞങ്ങൾക്ക് ഒരു മാല എടുക്കണം അല്ലെങ്കിൽ ഒരു മാല വാങ്ങിക്കണം, അല്ലേ? നമ്മൾ അതിനാണ് ചെന്നത്, നമുക്കൊരു മാല വാങ്ങിക്കണം. ഹംകോ ഏക്ക് ഹാർ ലേനാ ഹേ അല്ലെങ്കിൽ ഏക്ക് ഹാർ ഖരീദിനാ ഹേ. രണ്ടിലേത് വേണേലും പറയാം. ഹാർ എന്ന് പറഞ്ഞാൽ മാല, ചെയിൻ. ഹംകോ ഏക്ക് ഹാർ ലേനാ ഹേ അല്ലെങ്കിൽ ഹംകോ ഏക്ക് ഹാർ ഖരീദിനാ ഹേ. ഇത് രണ്ടിലേത് വേണേലും പറയാം. ഞങ്ങൾക്കൊരു മാല എടുക്കണം അല്ലെങ്കിൽ ഒരു മാല വാങ്ങിക്കണം, അതിനാണ് നമ്മൾ വന്നത്. ഹംകോ ഏക്ക് ഹാർ ലേനാ ഹേ അല്ലെങ്കിൽ ഹംകോ ഏക്ക് ഹാർ ഖരീദിനാ ഹേ. അപ്പം നമ്മുടെ സെയിൽസ്മാൻ നമ്മളോട് പറയുകയാണ്, ഇവിടെ കുറച്ച് നല്ല ഡിസൈനുകളുണ്ട്. ഹാ, ഇവിടെ കുച്ച് അച്ഛേ ഡിസൈൻ വാലേ ഹേ. നല്ല ഡിസൈൻ ഉള്ളതുണ്ട്. അച്ഛേ ഡിസൈൻ വാലേ ഹേ അല്ലെങ്കിൽ അച്ഛേ ഡിസൈൻസേ എന്ന് പറഞ്ഞാലും മതി. ദേഖ് ലീജിയേ, നോക്കിയാലും, നിങ്ങൾ നോക്കൂ. യഹാ കുച്ച് അച്ഛേ ഡിസൈൻ വാലേ ഹേ. നല്ല ഡിസൈനുള്ള ഹാറുണ്ട്, മാലയുണ്ട്. അപ്പോൾ കസ്റ്റമർ പറയുകയാണ്, ഇത് വളരെ ചെറുതാണ്. എഹ് ബഹുത് ഛോട്ടാ ഹേ. ഇത് വളരെ ചെറുതാണ്. എഹ് ബഹുത് ഛോട്ടാ ഹേ. കുറച്ചുകൂടി വലുത് വേണം. തോടാ ഓർ ബഡാ ചാഹിയേ. തോടാ ഓർ ബഡാ ചാഹിയേ. കുറച്ചും കൂടി വലിയ മാലയാണ് ഞങ്ങൾക്ക് വേണ്ടത്. തോടാ ഓർ ബഡാ ഹാർ ചാഹിയേ. എഹ് ബഹുത് ഛോട്ടാ ഹേ. തോടാ ഓർ ബഡാ ഹാർ ചാഹിയേ. വലിയ മാലയാണ് വേണ്ടത്. ഇത് വളരെ ചെറുതാണ്, കുറച്ചുകൂടി വലുത് വേണം. എഹ് ബഹുത് ഛോട്ടാ ഹേ. തോടാ ഓർ ബഡാ ചാഹിയേ. ബഡാ ഹാർ ചാഹിയേ. അപ്പോൾ സെയിൽസ്മാൻ വേറെ എടുത്ത് കാണിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, കസ്റ്റമറോട് പറയുകയാണ്, ഇത് വളരെ ഭംഗിയുള്ളതാണ്. എഹ് ബഹുത് സുന്ദർ ഹേ. ഇത് വളരെ ഭംഗിയുള്ളതാണ്. എഹ് ബഹുത് സുന്ദർ ഹേ. പിന്നെ ഇങ്ങനെയും പറയാം, എ ബഹുത് ബഡാ ബിയേ ഓർ എ ബഹുത് സുന്ദർ ബിയേ. ബഡാ ബിയേ സുന്ദർ ബിയേ എന്ന് പറഞ്ഞാൽ വലുതുമാണ്, നല്ല ഭംഗിയുള്ളതുമാണ്. കസ്റ്റമറിനും ആ മാല ഇഷ്ടപ്പെട്ടു. അപ്പം പറയുകയാണ്, ശരിയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ടീക്കേ ഏഹ് മുझे പസന്തായ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് പസന്തായ. ഏഹ് മുझे പസന്തായ. ടീക്കേ ഏഹ് മുझे പസന്തായ. ശരിയാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഏഹ് മുझे പസന്തായ. അപ്പം കസ്റ്റമർ ചോദിക്കുവാണ്, ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി ഇതിൻ്റെ വില അറിയണമല്ലോ. ഇതിൻ്റെ വില എന്താണ്? ഇസ്ക കീമത്ത് ക്യാ ഹേ. കീമത്ത് എന്ന് പറഞ്ഞാൽ വില, അല്ലെങ്കിൽ ഇസ്ക പ്രൈസ് ക്യാ ഹേ എന്നും ചോദിക്കാം. ഇസ്ക കീമത്ത് ക്യാ ഹേ. ഇതിൻ്റെ വില എന്താണ്? സെയിൽസ്മാൻ വില പറഞ്ഞു കഴിയുമ്പം സാധാരണ നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ, കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ, വില കുറച്ച് തരൂ. അതിനെന്ത് പറയും? കം കർക്കെ ദേതോ. കുച്ച് കം കർക്കെ ദേതോ. വില കുറയ്ക്കുന്നതിന് കം കർണ എന്നാണ് പറയുന്നത്. കുച്ച് കം കർക്കെ ദേതോ അല്ലെങ്കിൽ കുച്ച് ഡിസ്കൗണ്ട് ദേതോ എന്നും പറയാം. വീണ്ടും സെയിൽസ്മാൻ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും നോക്കണോ? ഹാർ എടുത്തു. ഹാർ തോലേലിയ. ഹാർ എടുത്തു. ഹാർ തോലേലിയ എന്ന് പറഞ്ഞാൽ ഹാർ എടുത്തു. ഇനി എന്തെങ്കിലും നോക്കണോ? ഔർ കുച്ച് ദേഖ്ന ചാഹേങ്കെ. ഔർ കുച്ച്, ഇനി എന്തെങ്കിലും. ദേഖ്ന ചാഹേങ്കെ, നോക്കാൻ ആഗ്രഹമുണ്ടോ? ഔർ കുച്ച് ദേഖ്ന ചാഹേങ്കെ. ഇനി എന്തെങ്കിലും വേറെ നോക്കാൻ ആഗ്രഹമുണ്ടോ? ഔർ കുച്ച് ദേഖ്ന ചാഹേങ്കെ. അപ്പോൾ കസ്റ്റമർ പറയുകയാണ്, ഹാ മോതിരം കാണിക്കൂ. ഹാ അങ്കൂഠി ദിഖാവോ. അങ്കൂഠി എന്ന് പറഞ്ഞാൽ മോതിരം, അങ്കൂഠി. അങ്കൂട്ടി ദിഖാവോ. അങ്കൂട്ടി കാണിക്കൂ, അതായത് മോതിരം കാണിക്കൂ.
അപ്പോൾ സെയിൽസ്മാൻ കാണിച്ചിട്ട് പറയാണ്, നോക്കൂ പലതരത്തിലുള്ളതുണ്ട്, പല ഡിസൈനിലുള്ളതുണ്ട്. ദേഖ് ലീജിയെ അല്ലെങ്കിൽ ദേഖോ എന്നും പറയാം. ദേഖ് ലീജിയെ അലഗ് അലഗ് തരഹക്കാഹേ, പലതരത്തിലുള്ളതുണ്ട്. അലഗ് അലഗ് പലതരത്തിലുള്ളതുണ്ട്. അലഗ് അലഗ് തരഹക്കാഹേ ദേഖ് ലീജിയെ. കസ്റ്റമർ പറയാണ്, കുറച്ചുകൂടി നല്ലതാണ് ഞാൻ തപ്പുന്നത്, കുറച്ചുകൂടി നല്ല ഡിസൈൻ ഉള്ളതാണ് ഞാൻ തപ്പുന്നത്. തോടാ ഓർ, കുറച്ചുകൂടി എന്നുള്ളതിന് തോടാ ഓർ അച്ഛാവാല, നല്ല ടൈപ്പിലുള്ളത്. തോടാ ഓർ അച്ഛാവാല ഡൂണ്ട് രഹാഹും, തപ്പുകയാണ്. തോടാ ഓർ അച്ഛാവാല ഡൂണ്ട് രഹാഹും, കുറച്ചുകൂടി നല്ലതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഡിസൈൻ ഇല്ലേ? അതെങ്ങനെ ചോദിക്കും? ഇതല്ലാതെ, ഇസ്കെ അലാവ, അല്ലാതെ ഇത് കൂടാതെ, അല്ലെങ്കിൽ ഇതല്ലാതെ, ഇസ്കെ അലാവ. ദൂസര കോയി ഡിസൈൻ നെയ്യേ ക്യാ? ദൂസര കോയി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും. ദൂസര കോയി വേറെ ഒന്നും. ദൂസര കോയി ഡിസൈൻ നഹി ഹേ ക്യാ? വേറെ നല്ല ഡിസൈൻ ഒന്നും ഇല്ലേ? ഇസ്കെ അലാവ ദൂസര കോയി ഡിസൈൻ നഹി ഹേ ക്യാ? ഇതല്ലാതെ വേറെ ഡിസൈൻ ഒന്നുമില്ലേ? അപ്പോൾ സെയിൽസ്മാൻ പറയുകയാണ്, ഉണ്ട്, പക്ഷേ വില കുറച്ച് കൂടുതലാണ്. ഹേ, ഉണ്ടെന്നുള്ളതിന് ഹേ. ലേക്കിൻ തോടാ മെഹങ്ക ഹേ, മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടുതൽ. ലേക്കിൻ തോടാ മെഹങ്ക ഹേ, കുറച്ച് വില കൂടുതലാണ്. ഹേ ലേക്കിൻ തോടാ മെഹങ്ക ഹേ, ഉണ്ട്, പക്ഷേ കുറച്ച് വില കൂടുതലാണ്. കസ്റ്റമർ പറയുകയാണ്, സാരമില്ല, എൻ്റെ കൂട്ടുകാരന് ഗിഫ്റ്റ് കൊടുക്കാനാണ്, അല്ലെ സമ്മാനം കൊടുക്കാനാണ്. ചലേഗ, സാരമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ചലേഗ മേരാ ദോസ്ത് കോ ഗിഫ്റ്റ് ദേനാ ഹേ, അല്ലെങ്കിൽ തോഫ എന്ന് പറയാം കേട്ടോ ഹിന്ദിയിൽ. മേരാ ദോസ്ത് കോ തോഫ ദേനാ ഹേ, മേരാ ദോസ്ത് കോ ഗിഫ്റ്റ് ദേനാ ഹേ. അപ്പോൾ കസ്റ്റമർ നല്ല ഒരു മോതിരം എടുത്തിട്ട് ചോദിക്കുകയാണ്, ഏവാല കൈസെ രഹേങ്കെ എന്ന് വെച്ചാൽ ഇതെങ്ങനെ ഉണ്ടായിരിക്കും, ഇതെങ്ങനെയുണ്ട്. ഏവാല കൈസെ രഹേങ്കെ, ഇതെങ്ങനെയുണ്ട്, ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഏവാല കൈസെ രഹേങ്കെ. കസ്റ്റമർ അത് നോക്കിയിട്ട് പറയുകയാണ്, ബഹുത് അച്ഛാ ഹേ, ഇത് വളരെ നല്ലതാണ്. അതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഹാത്ത് മേ ലേക്കർ ദേക്കെ, എന്നിട്ട് പറയുകയാണ്, ബഹുത് അച്ഛാ ഹേ, ഇത് വളരെ നല്ലതാണ്. ഹാത്ത് മേ ലേക്കർ ദേക്ക എന്ന് പറഞ്ഞാൽ ഇത് കയ്യിലെടുത്ത് നോക്കിയിട്ട് പറയുകയാണ്, ബഹുത് അച്ഛാ ഹേ. ഇനി നമുക്ക് വേറെ കുറച്ച് വേർഡ്സ് കൂടെ പഠിക്കാം. ഈ പാദസ്വരം, അല്ലെങ്കിൽ വിരലിടുന്ന മോതിരം പോലത്തെ ഇടത്തില്ലേ, റിങ് പോലത്തത് വിരലിൽ, കാലിൻ്റെ വിരലിൽ. അപ്പോൾ പാദസ്വരത്തിന് പായൽ എന്നാണ് പറയുന്നത്. പായൽ, പാദസ്വരം. പിന്നെ കാലിൻ്റെ വിരലിലൊക്കെ ഇടുന്നതിന് പൈരോങ്കെ ഛല്ലെ എന്ന് പറയും. പൈരോങ്കെ ഛല്ലെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പറയാം, പായൽ ദിഖാവോ, പാദസ്വരം കാണിക്കൂ, അല്ലെങ്കിൽ പൈരോങ്കെ ഛല്ലെ ദിഖാവോ, വിരലിടുന്ന മോതിരം പോലത്തെ സാധനം കാണിക്കാൻ പറയാം. കമ്മലിന് കാൻ കി ബാലി എന്നോ ജുംക എന്ന് പറയാം. ജുംക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജിമിക്ക് പോലെ തൂങ്ങി നിൽക്കുന്നതാണ്. കാൻ കി ബാലി അല്ലെങ്കിൽ ജുംക. വള, വളയ്ക്ക് കങ്കൻ എന്നും പറയും, ചൂടി എന്നും പറയും. കങ്കൻ, ചൂടി. പിന്നെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ണത്തിലുള്ള ഇടത്തില്ലേ, നല്ല തിക്കായിട്ട് വീതിയിലുള്ള, അതാണ് കട എന്ന് പറയുന്നത്. നോർമലി വളയ്ക്ക് നമ്മൾ കങ്കൻ അല്ലെങ്കിൽ ചൂടി എന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വണ്ണത്തിലുള്ളതിനാണ് കട എന്ന് പറയുന്നത്. വേസ്റ്റ് ബാൻഡിന് കമർബന്ദ് എന്നാണ് പറയുന്നത്. കമർബന്ദ്, നമ്മൾ കമറിലിടുന്ന, കമർ എന്ന് പറഞ്ഞാൽ അരക്കെട്ടിലിടുന്നതിന് അരിഞ്ഞാണത്തിന് കമർബന്ദ് എന്ന് പറയും. അപ്പോൾ ഒരു ജുവലറി ഷോപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്